ഗുരുപവനപുരിയിൽ വാഴും എന്റെ മണിവണ്ണൻ ദുരിതമെല്ലാം തീർത്തു തരും എന്റെ മണിവണ്ണൻ മയിലിനൊത്തു ആട്ടമാടും എന്റെ മണിവണ്ണൻ കുയിലിനൊത്തു പാട്ടുപാടും എന്റെ മണിവണ്ണൻ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി സുരജനങ്ങൾ വന്ദിക്കുന്ന ദേവദേവൻ കണ്ണൻ നരജനങ്ങൾ പൂജിക്കുന്ന ദേവനെന്റെ കണ്ണൻ ഗോപികൾക്കു മുന്നിലെത്തി ആടിടുന്ന കണ്ണൻ ഗോപരത്തു കാട്ടിലേക്കു പോയിടുന്ന കാലൻ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി മാതുലനെ നിഗ്രഹിച്ച വീരന്റെ കണ്ണൻ മരണഭയം മാറ്റിടുന്ന നാമമെന്റെ കണ്ണൻ ഗോപികളുടെ ചേലയെല്ലാം വാരിയവൻ കണ്ണൻ ദ്രൗപദിക്കു ചേല നൽകി കാത്തവനൻ കണ്ണൻ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി സൂര്യനേക്കാൾ ശോഭയുള്ള സുന്ദരനൻ കണ്ണൻ ചന്ദ്രവംശജാതനായ സുന്ദരനൻ കണ്ണൻ രാധികയ്ക്കു പ്രേമമേകി കാമദേവൻ കണ്ണൻ രുക്മിണിക്കു കാന്തനായി ദ്വാരകേശൻ കൃഷ്ണൻ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി അർജുനന്റെ സാരഥിയ ചേർത്തളിച്ച സൂതൻ അന്തന്റെ അവിലെടുത്ത് അമൃതമേകി കണ്ണൻ അത്യപൂർവഗീതയേകി യോഗി വര്യൻ ദേവൻ അമ്പയച്ച വേടനെയും കാത്ത പുണ്യം കണ്ണൻ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി ഭക്തിയോടെ പാടിടുതി ഓടിയെത്തും കണ്ണൻ ഭക്തജന ചിത്തങ്ങളിൽ കോവിലാക്കും കണ്ണൻ ഭാഗവത വേദികളിൽ ഓടിയെത്തും ദേവൻ ഭവമൊഴിയാൻ ഭക്തിയോടെ പാടിടുക നമ്മൾ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹര നമഃ പാർവതീപതയേ ഹര മഹാദേവ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ വെற்றிവേൽ മുരുകനുക്ക് ഗോപികാ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ ഭഗവാന്റെ അനിതര സാധാരണമായ അനുഗ്രഹത്തിന്റെ കഥകൾ പോഷണം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന കഥകളാണ് ഷഷ്ഠസ്കന്ധത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യം കേട്ട കഥ നാമമാഹാത്മ്യത്തിന്റെ കഥയാണ്.
അതാണ് അജാമിള മോക്ഷം എന്നുള്ള രീതിയിൽ നമ്മൾ കേട്ടത്. അജ്ഞാനാത് അഥവാ ജ്ഞാനാൽ, അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ നാമം ജപിക്കുന്നതിന്റെ ഫലം. ഇവിടെ ഭഗവാന്റെ നാമം ജപിച്ച അജാമിളന് മോക്ഷം കൊടുത്തു. ഭഗവാന്റെ നാമം ജപിച്ച നാരദന് ഒരു ശാപം കിട്ടി. ആ ശാപത്തെ ഭഗവത് അനുഗ്രഹമാക്കി മാറ്റി ദേവർഷി എന്ന് പറയുന്ന കഥയാണ് പിന്നീട് ദക്ഷന്റെ കഥയിലൂടെ പറഞ്ഞത്. ദക്ഷന്റെ കഥ നമ്മൾ ഇന്നലെ കേട്ടു, ദക്ഷയാഗം എന്നുള്ള രീതിയിൽ. ആ ദക്ഷയാഗം, ആ ബ്രഹ്മപുത്രൻ പിന്നീട് അദ്ദേഹം പ്രചേതസ്സുകളുടെ പുത്രനായിട്ട് പിറന്നതാണ്. പ്രാചേതസ ദക്ഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ ആ പ്രാചേതസ ദക്ഷൻ കഴിഞ്ഞ ജന്മത്തിൽ താൻ ചെയ്ത പാപങ്ങൾ മുഴുവൻ ഇല്ലാതെയാകാൻ കൂടി ഉദ്ദേശിച്ചും കൊണ്ട് അഘമർഷണം എന്ന തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ഭഗവാനെ വേണ്ട പോലെ ധ്യാനിച്ചു. അസ്തൗഷിത് ഹംസഗുഹ്യേന, ഹംസഗുഹ്യം എന്ന അതിമഹത്തായ സ്തോത്രത്തെ കൊണ്ട് ഭഗവാനെ ഭജിച്ചു. അങ്ങനെ ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിക്കണു. നവപരായ വിദധാനുഭൂതയെ ഗുണത്രയാഭാസ നിമിത്ത ബന്ധവേ എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. അങ്ങനെ ആ സ്തുതി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, അങ്ങക്ക് ഞാൻ 2 തരത്തിലുമുള്ള അനുഗ്രഹം തരാണ്. അങ്ങക്ക് വപസ്സുകൊണ്ട് പ്രജാസൃഷ്ടി നടത്താൻ സാധിക്കും, അതേപോലെ തന്നെ അങ്ങക്ക് മനസ്സുകൊണ്ട് പ്രജാസൃഷ്ടി നടത്താനുള്ള അനുഗ്രഹവും ഞാൻ തരുന്നു. അതാണ് ബ്രഹ്മാവിനെ പോലെ, ബ്രഹ്മാവിനാണ് മനസ്സുകൊണ്ട് സൃഷ്ടി ചെയ്യാനായിട്ട് സാധിക്കുക. ഇവിടെ പറഞ്ഞു, ഞാനിതാ അങ്ങേക്കും അത് തരുന്നു. പഞ്ചജനിയെ വിവാഹം ചെയ്യുക, ആ പഞ്ചജനിയിൽ അങ്ങക്ക് പുത്രന്മാരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്യുകയും ചെയ്തു. ഇദ്ദേഹം അതിനുശേഷം ആ പഞ്ചജനപുത്രിയായിരിക്കുന്ന ആ പഞ്ചജനിയെ വിവാഹം ചെയ്തു. അതിൽ ഹരീശ്വന്മാർ എന്നു പേരുള്ള 10,000 പുത്രന്മാരെ സൃഷ്ടിച്ചു, മനസ്സുകൊണ്ട് സൃഷ്ടിച്ചു. അങ്ങനെ അദ്ദേഹം ആ പുത്രന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭഗവാനെ തപസ് ചെയ്യണം. നാരായണ സരസ്സിൽ പോയി തപസ് ചെയ്യാനായിട്ട് പറഞ്ഞു. അവരെ തപസ് ചെയ്യാനായിട്ട് അവിടെ പോയി. ഈ സമയത്ത് നാരദ മഹർഷി അവരെ കാണാൻ. നാരദ മഹർഷി ചോദിച്ചു, നിങ്ങളിപ്പോ ഈ തപസ്സൊക്കെ അനുഷ്ഠിക്കുന്നതിന്റെ ലക്ഷ്യം എന്താ ചോദിച്ചു. അച്ഛൻ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്ന് ആ അച്ഛന്റെ നിർദ്ദേശപ്രകാരം വിവാഹമൊക്കെ കഴിച്ച് രാജ്യമൊക്കെ ഭരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ ആ നാരദ മഹർഷി അവർക്ക് വാചകൂടം എന്നു പേരുള്ള ഒരു വഴി അവർക്ക് കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഉപദേശം അവർക്ക് കൊടുത്തു. ആ ഉപദേശത്തിന്റെ ആന്തരികമായ അർത്ഥം അവർക്ക് മനസ്സിലായി. എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ പറയുകയാണ്, ഈ പ്രജകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉപദേശിച്ചത്. ഒരേ ഒരു പുരുഷനോട് കൂടിയ രാഷ്ട്രം, മടങ്ങി വരാൻ കഴിയാത്ത ഒരു ഗുഹ, പല രൂപത്തിലുള്ള സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന നദി, 25 വസ്തുക്കളുള്ള അത്ഭുത ഗൃഹം, ഇടയ്ക്ക് പലവിധ കഥകളോടുകൂടിയ ഹംസം, മൂർച്ചയുള്ള വജ്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച തീക്ഷ്ണമായ ചക്രം, അതേപോലെ പിതാവിന്റെ അനുകൂലമായ ഉപദേശം, ഇതൊക്കെ മനസ്സിലാക്കാതെ നിങ്ങൾ സൃഷ്ടി ചെയ്യാൻ പുറപ്പെടുകയാണോ എന്ന് ചോദിച്ചപ്പോ ഹരീശ്വരൻ തുടങ്ങിയ ആ ദക്ഷപുത്രന്മാര് അവര് ആലോചിച്ചു, ഇതെന്താണ് ഈ പറയുന്നത് എന്ന്. അപ്പൊ പറഞ്ഞു, അവർക്ക് മനസ്സിലായി, ഈ ലോകത്തിൽ ഭഗവത് അനുഗ്രഹം കൊണ്ടും അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് നിത്യാനന്ദം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോ പലതരത്തിലുള്ള സ്വന്തം ബുദ്ധി ഒരു കുലടയെ പോലെയാണ്. ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ പറഞ്ഞു, വിവേകം കൊണ്ട് അതിനെ നശിപ്പിക്കാതിരുന്നാൽ അവസാനം അപകടത്തിൽ ചെന്നപ്പെടും. കുലടയുടെ ഭർത്താവ് എന്നതുപോലെ ബുദ്ധിയുമായുള്ള സമ്പർക്കം കൊണ്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന സമുദ്രതീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ജനന മരണങ്ങളെ കുറിച്ചാണ്. അത് ഭഗവാന്റെ മായയാണ്. 25 തത്വങ്ങൾ ചേർന്ന ആ ജീവനെയാണ് 25 തത്വങ്ങൾ ചേർന്ന ആ സ്വരൂപമായിട്ട് സങ്കല്പിച്ചത്. ഇങ്ങനെ ഓരോന്ന് പിന്നെ കാലചക്രത്തെ ആ എപ്പോഴും തിരിയുന്ന ചക്രമായിട്ട് മനസ്സിലാക്കി. പിന്നെ അച്ഛന്റെ ഉപദേശം എന്ന് പറയുന്നത് ശാസ്ത്രമാകുന്ന പിതാവിന്റെ ഉപദേശം. ഈ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി.
അപ്പൊ പിന്നെ അവരെന്ത് ചെയ്തു? ഇനി പ്രജാസൃഷ്ടിക്കൊന്നും ഇല്ലാന്ന് നിർച്ചപ്പെടുത്തി അവരൊക്കെ തന്നെ ആ പ്രണവസ്വരൂപരായിരിക്കുന്ന ഭഗവാനെ ഭജിച്ച് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഗൃഹത്തിലേക്ക് തിരിച്ചു പോയില്ല. രാജാവിന് വല്ലാത്ത ദേഷ്യം വന്നു ദക്ഷിണ. പിന്നെ അദ്ദേഹം 1000 പുത്രന്മാരെ ശബളാശ്വന്മാർ എന്ന പേരിൽ സൃഷ്ടിച്ചു. അവരും ഇതേ അവസ്ഥ തന്നെ. ഏട്ടന്മാർ വഴി അവരും പോയി. ദക്ഷിണ ദേഷ്യം വന്നു. ദക്ഷിണ ആദ്യം താപം, ആ താപത്തിൽ നിന്ന് കോപം, കോപത്തിൽ നിന്ന് ശാപം. എന്താ ശപിച്ചത് നാരദനെ? നീ സജ്ജനങ്ങളുടെ വേഷം കെട്ടി നടക്കുകയാണ്. ഇനി നീ ഒരു സ്ഥലത്തും സ്ഥിരമായി ഇരിക്കാതെ പോകട്ടെ, ലോകം മുഴുവൻ അലഞ്ഞു നടക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ഈ ശാപത്തെ നാരദൻ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് സ്വീകരിച്ചു. കാരണം എന്താ? എവിടെയെങ്കിലും നമ്മളൊരു സ്ഥലത്ത് ഇരുന്നാൽ ആ വസ്തുവുമായിട്ട് നമുക്ക് മമതാബന്ധം ഉണ്ടാവും. അത് ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്താ? ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് സ്വന്തമായ ഒരു വീടോ അല്ലെങ്കിൽ അവർക്ക് തൻ്റേതെന്ന് പറയാൻ ഒന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സഞ്ചരിക്കുന്ന തീർത്ഥങ്ങൾ പോലെയാണ് സജ്ജനങ്ങൾ എന്ന് പറയാറുണ്ട്. നാരദന് ഇത് വലിയ അനുഗ്രഹമായി. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ലോകം മുഴുവൻ അദ്ദേഹം മഹതി എന്ന വീണ വേണ്ടിക്കൊണ്ട് പാടി നടക്കാൻ തുടങ്ങി. ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം ഇപ്പോ 11,000 ആൺകുട്ടികൾ ഉണ്ടായി. അവരൊക്കെ നാരദന്റെ ഉപദേശമനുസരിച്ച് ഭഗവാനിലേക്ക് പോവുകയും ചെയ്തു. ഭഗവാനെ ഭജിക്കാനാണ് പോയത്. പക്ഷേ പൂർണ്ണമായി ഭഗവാനിലേക്ക് പോയപ്പോ അത്ര ഇഷ്ടമൊന്നും ആയില്ല. ഇങ്ങനെയാണ് അല്ലേ? നമുക്കും ഭഗവത് ഭജനമൊക്കെ വേണം തോന്നും. അധികമായാൽ അമൃതം വിഷം എന്നൊക്കെ പറഞ്ഞതുപോലെ കുട്ടികൾ ഭഗവാനെ ഭജിക്കുന്നതിൽ തെറ്റില്ല. അത് കഴിഞ്ഞ് സന്യാസമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പറയും ഇത്രയൊന്നും വേണ്ടേന്നില്ല എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയും. അത് നമുക്ക് ഈ ഭൗതിക വസ്തുക്കളോടുള്ള താല്പര്യം കാരണമാണ്. ദക്ഷിണം അങ്ങനെ തന്നെ. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യൂ, 60 പുത്രികൾ ഉണ്ടാവട്ടെ, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ 60 പുത്രിമാരുണ്ടായി. 10 പുത്രിമാരെ ധർമ്മൻ എന്ന പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. 13 പേരെ കശ്യപ പ്രജാപതിക്ക്, ഇതാണ് ദിതി, അതിഥി, ധനു തുടങ്ങിയ മക്കള്. 27 പേരെ ചന്ദ്രന് വിവാഹം ചെയ്തു കൊടുത്തു, താരകങ്ങള്. 2 പേരെ ഭൂതൻ, അങ്കിരസ്, കൃശാശ്വൻ എന്നിവർക്കും 4 പേരെ താർക്ഷ്യനും വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ 60 പേരുടെയും വിവാഹം ഭംഗിയായിട്ട് നടന്നു. അവരുടെ കൂടെയാണ് ഈ ലോകത്ത് പ്രജകൾ നിറഞ്ഞത് എന്ന് അവിടെ സൂചിപ്പിച്ചു. പക്ഷേ ഈ കുട്ടികൾ തമ്മില്, കുട്ടികൾ തമ്മില്, അദ്ദേഹത്തിന്റെ പെൺകുട്ടികളുടെ മക്കള്, പൗത്രന്മാരും പൗത്രികളും, അവരെ കൊണ്ട് അവർ പരസ്പരം തല്ലുകൂടുന്നത് കാണേണ്ടി വന്നു. അവസാനം ദക്ഷന് എന്നും അവിടെ സൂചിപ്പിക്കുന്നു അല്ലെ. അതിഥിയുടെ മക്കള് ദേവന്മാര്, ദിതിയുടെ മക്കള് ദൈത്യന്മാര്, ധനുവിന്റെ മക്കള് ദാനവന്മാര്, ഇവരൊക്കെ തമ്മിൽ പരസ്പരം തല്ലുകൂടുന്നത് കാണേണ്ടി വന്നു. അത് പറഞ്ഞു. എന്നിട്ട് ആ ശിശുബ്രഹ്മർഷി ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു, ത്വഷ്ടാവിന്റെ പുത്രനായിരിക്കുന്ന ആ വിശ്വരൂപനെ ഒരിക്കൽ ദേവന്മാരെ അവരുടെ ഗുരുനാഥനായിട്ട് സ്വീകരിച്ചു. അത്ഭുതമായി പരീക്ഷിതന്. കാരണം ത്വഷ്ടാവിന്റെ പുത്രൻ രചന എന്ന അസുര സ്ത്രീയിലുണ്ടായ പുത്രനാണ് വിശ്വരൂപൻ. അപ്പൊ ദേവന്മാരുടെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ബൃഹസ്പതിയാണ്. അപ്പൊ ബൃഹസ്പതിയെ വിട്ട് എന്തുകൊണ്ടാണ് ഒരു അസുര സ്ത്രീയിലുണ്ടായ ഒരാളെ ഗുരുനാഥനായിട്ട് സ്വീകരിച്ചത്? സംശയമായി. അപ്പോഴാണ് ആ കഥ പറയുന്നത് പറഞ്ഞപ്പോ ശ്രീശുബ്രഹ്മർഷി ആ കഥ പറയുന്നത്. വിശ്വരൂപൻ തൃശിരസ് എന്നു പേരുള്ള അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഗുരുനാഥനാക്കിയത്? ബൃഹസ്പതി ദേവഗുരുവാണ്. ഒരിക്കൽ അദ്ദേഹം ദേവേന്ദ്രനെ കാണാനായിട്ട് വന്നപ്പോ സിംഹാസനത്തില് ആ സുന്ദരികളായിട്ടുള്ള ദേവസുന്ദരികളുടെ നൃത്തമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദേവേന്ദ്രൻ. ഗുരുനാഥൻ വന്നതൊന്നും ശ്രദ്ധിച്ചില്ല. ഗുരുനാഥനെ ബഹുമാനിച്ചില്ല തന്നെയല്ല, അവഗണിക്കുക കൂടി ചെയ്തു. ഗുരുനാഥൻ വന്ന എഴുന്നേറ്റ് സ്വീകരിച്ച് അർഘ്യവാദ്യാദികളൊക്കെ കൊടുത്ത് സൽക്കരിച്ച് പീഠത്തിലിരുത്തി ഗുരുനാഥന്റെ അനുജ്ഞ വാങ്ങിയിട്ട് വേണം താനിരിക്കാൻ. അതൊന്നും ഉണ്ടായില്ല. ബൃഹസ്പതി ശപിക്കാനൊന്നും പോയില്ല. ബൃഹസ്പതി വിചാരിച്ചു, എന്നെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഞാൻ എന്തിനായിരിക്കണത്, ഞാൻ അവിടുന്ന് പോവാന്ന് പറഞ്ഞ് അദ്ദേഹം എങ്ങോട്ടോ പോയി. ബൃഹസ്പതി വ്യാഴാചാര്യനാണ് അല്ലെ. വ്യാഴം മറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം ഇല്ലാതെയാവും. നമ്മളെ ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ പറയും വ്യാഴം മറഞ്ഞിരിക്കണു. ഗുരുവായൂരപ്പന് പഞ്ചാര പായസം, വ്യാഴ എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്, ഭാഗ്യകാരനാണ് വ്യാഴം. അപ്പൊ അതുകൊണ്ട് വ്യാഴം മറഞ്ഞു കഴിഞ്ഞപ്പോ ദേവേന്ദ്രന്റെ ഭാഗ്യം ഇല്ലാതെയായി. ഗുരു ഇല്ലാതെയായി കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഗുരുത്വം അതില്ലാതെയായി. അതുകൊണ്ട് തന്നെ ഈ ഗുരുത്വക്കേട് കാണിച്ച ദേവേന്ദ്രന് സ്വർഗലോകം നഷ്ടപ്പെട്ടു. അസുരന്മാർക്ക് നല്ല സൗകര്യം. ഗുരുനാഥൻ ഇല്ലാതിരിക്കുമ്പോ ആക്രമിക്കേണ്ടിയൊന്നും വന്നില്ല. ആയുധമായിട്ട് വന്നപ്പോ തന്നെ ദേവേന്ദ്രനൊക്കെ പേടിച്ചോടി.
ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, എന്റെ ദേവേന്ദ്ര, ഇങ്ങനെ ആരെങ്കിലും വിഡ്ഢിത്തം കാണിക്കുമോ? ഈശ്വരനെ അപമാനിച്ചാൽ പോലും ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് അതിന് പരിഹാരം കാണാൻ സാധിക്കും. ഗുരുനാഥനെ അപമാനിച്ചാൽ ഈശ്വരന് പോലും രക്ഷിക്കാൻ സാധിക്കില്ല. അന്വേഷിച്ചു, എവിടെ നോക്കിയിട്ടും കാണാനില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനി വേറൊരു ഗുരുവിനെ തൽക്കാലം ഉണ്ടാക്കുക, അല്ലെ? മുട്ട് ശാന്തി പോലെ മുട്ടായിട്ടൊരു ഗുരു, കുറച്ചു കാലത്തേക്ക് ഒരു ഗുരു, മറ്റേ ആള് വരുമ്പോ അദ്ദേഹത്തിനെ മാറ്റാം. ആരാ വേണ്ടതെന്നായി അപ്പൊ പറഞ്ഞു, മഹാതപസ്വിയായിരിക്കുന്ന വിശ്വരൂപൻ ഇതിന് ചേർന്ന ആളാണ്. അദ്ദേഹത്തിന് നാരായണ കവചം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഉപാസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിലൂടെ ദേവേന്ദ്രന് നഷ്ടപ്പെട്ട ഐശ്വര്യമൊക്കെ തിരിച്ചു കിട്ടും. അങ്ങനെ ദേവേന്ദ്രൻ ചെന്നു. തൊഷ്ടാവിന്റെ പുത്രനാണ്. അപ്പോ ദേവന്മാരിൽ ഒരാളാണ് തൊഷ്ടാവ്. തൊഷ്ടാവിന്റെ പുത്രനാണ്, തന്റെ സഹോദരൻ തന്നെയാണ്. അമ്മ അസുര സ്ത്രീയാണെന്ന് മാത്രമേ ഉള്ളൂ. രചന എന്നാണ് അമ്മയുടെ പേര്. ദേവേന്ദ്രാദികൾ അവിടെ ചെന്നു പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്വീകരിക്കാറില്ല. കാരണം ആചാര്യനായി കഴിഞ്ഞാൽ ദക്ഷിണ സ്വീകരിക്കേണ്ടി വരും, അതൊക്കെ ബന്ധങ്ങൾക്കൊക്കെ കാരണമാവും, ഇതിലൊന്നും താല്പര്യമില്ല, പൗരോഹിത്യം ഞാൻ ഏറ്റെടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചപ്പോ എന്നാ ശരിയെന്നും പറഞ്ഞ് വിശ്വരൂപൻ പൗരോഹിത്യം ഏറ്റെടുത്തു. നാരായണ കവചം എന്ന മഹത്തായ ആ മന്ത്രസിദ്ധിയിലൂടെ ദേവേന്ദ്രന് സ്വർഗലോകം സിദ്ധിക്കുകയും ചെയ്തു. അവിടെ അങ്ങനെ പറഞ്ഞു നിർത്തി. അപ്പൊ പരീക്ഷിത്ത് പറഞ്ഞു, എങ്കിൽ ആ നാരായണ കവചം ഒന്ന് കേട്ടാൽ കൊള്ളാം എന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് വിശ്വരൂപന്റെ വാക്കുകളായിട്ട് തന്നെ ആ ശ്രീശുബ്രഹ്മർഷി നാരായണ കവചം എന്ന ഏറ്റവും മഹത്തായ ഭാഗവതത്തിലെ വളരെ വിശേഷമായിട്ടുള്ള സ്തോത്രം അവിടെ ചൊല്ലിക്കൊടുക്കുകയാണ്. വിശ്വരൂപന്റെ വാക്കുകളായിട്ട് 23 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. ഓം ഹരിർവിദധ്യൻ മമ സർവരക്ഷാം യസ്താഘ്രിമക്ഷ്മ പദകേന്ദ്രപൃഷ്ഠേ ദരാരി ചർമാസി ഗതേഷു ചാപപാഷാന്തധാനോഷ്ടഗുണോഷ്ടബാഹു. ഇങ്ങനെ ഭഗവാന്റെ ഓരോ ആയുധങ്ങൾ, ഭഗവാന്റെ സ്വരൂപങ്ങൾ, ഭഗവാന്റെ ഭൂഷണങ്ങളൊക്കെ, ഭഗവാന്റെ അവതാര സ്വരൂപങ്ങളൊക്കെ തന്റെ രക്ഷയ്ക്കായിട്ട് വരണം എന്നാണ്. ഗരുഡന്റെ മുകളിൽ തന്റെ കാലു വെച്ചിരിക്കുന്ന ആ ഭഗവാന്റെ ശംഖ്, ചക്രം, പരിച, വാള്, ഗദ, അമ്പ്, വില്ല്, പാശം, ആ അഷ്ടഭുജങ്ങളിൽ ഈ ആയുധങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ എല്ലാവിധത്തിലും എന്നെ രക്ഷിക്കട്ടെ. മത്സ്യമൂർത്തി ജലത്തിൽ എന്നെ രക്ഷിക്കട്ടെ. അതേപോലെ മായ കൊണ്ട് വാമനസ്വരൂപമെടുത്ത ഭഗവാൻ എന്നെ എല്ലാ സ്ഥലങ്ങളിലും രക്ഷിക്കട്ടെ. ആകാശത്തിൽ 3 അടി കൊണ്ട് ബ്രഹ്മാണ്ടമളന്ന ആ ത്രിവിക്രമൻ എന്നെ രക്ഷിക്കട്ടെ. ഭഗവാൻ നരസിംഹമൂർത്തി ഘോര അട്ടഹാസം കൊണ്ട് ആ ദിക്കുകൾ മുഴുവൻ പ്രതിധ്വനിക്കുകയാണ് ആ അട്ടഹാസം. അത് ആ അട്ടഹാസം കൊണ്ട് എന്നെ രക്ഷിക്കട്ടെ. ഇങ്ങനെ ഓരോരുത്തരും വരാഹമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. അതേപോലെ വിദേശവാസ സമയത്ത് ലക്ഷ്മണനോട് കൂടിയ ശ്രീരാമചന്ദ്രസ്വാമി എന്നെ രക്ഷിക്കട്ടെ. ആഭിചാരാദികളിൽ നിന്ന് നാരായണമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. അഹങ്കാരത്തിൽ നിന്നും സംഘർഷണമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. ദത്താത്രേയൻ എന്നെ രക്ഷിക്കട്ടെ. കപിലമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. ഇതാണ് പ്രാർത്ഥനയുടെ രത്നചുരുക്കം. അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ച ആ നാരായണ കവചം അവിടെ അങ്ങനെ പറഞ്ഞു. ആ നാരായണ കവചത്തിന്റെ മാഹാത്മ്യം, പണ്ട് കൗശിക ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ ഒരു മരുപ്രദേശത്ത് വെച്ച് മരിച്ചു. അദ്ദേഹം ഈ നാരായണ കവചം ധാരാളം ഉരുക്കഴിച്ച ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ആ മൃതദേഹം കിടന്നിരുന്ന മരുപ്രദേശത്തിന് മുകളിലൂടെ ഒരു ഗന്ധർവൻ വിമാനത്തിൽ പോയി. അവിടെ എത്തിയപ്പോഴും ആ ചിത്രരഥൻ അതിന്റെ മുകളിൽ നിന്ന് വിമാനത്തിൽ നിന്ന് തല കീഴായിട്ട് താഴേക്ക് വീണു. എന്താ? ഈ നാരായണ കവചത്തിന്റെ ശക്തിയാണ്. അതിനെ മാനിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് ബാലഖില്യന്മാർ, നേരത്തെ പറഞ്ഞ ഒരു സൂര്യന്റെ മുമ്പിൽ ആ സ്തുതി ചെയ്യുന്ന ബാലഖില്യന്മാരുടെ വാക്ക് കേട്ട് ആ മരിച്ചുപോയ ബ്രാഹ്മണന്റെ അസ്ഥി നദിയില് ഒഴുക്കി ആ ഉദകക്രിയാദികളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് അവിടുന്ന് പോകാൻ സാധിച്ചത്. അങ്ങനെ ആ നാരായണ കവചം പറഞ്ഞു. അതിനുശേഷം പറയുകയാണ്, ഈ വിശ്വരൂപനെ, ഗുരുനാഥനായിട്ട് സ്വീകരിച്ച വിശ്വരൂപനെ ദേവേന്ദ്രൻ ഒരിക്കൽ അതിദാരുണമായിട്ട് കൊലപ്പെടുത്തി. വിശ്വരൂപന് മറ്റൊരു പേരുണ്ട്, തൃശിരസ് എന്ന് പേര്. 3 മുഖമുണ്ട് അദ്ദേഹത്തിന്, 3 തലയുണ്ട് അദ്ദേഹത്തിന്. ഒന്ന് അസുരന്മാരെ പോലെ മദ്യം സേവിക്കാൻ, മറ്റൊന്ന് ദേവന്മാരെ പോലെ അമൃത് സേവിക്കാൻ, മറ്റൊന്ന് മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കാനായിട്ട്. ഇങ്ങനെ ആ 3 ശിരസ്സുകളോടുകൂടി അദ്ദേഹം ദേവന്മാർക്ക് ഗുണമുണ്ടാവാൻ വേണ്ടി യജ്ഞാദികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹവിസ്, നെയ്യൊക്കെ അഗ്നിയിലേക്ക് ഹോമിക്കുന്നു.
അങ്ങനെ ഹോമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് അമ്മയെക്കുറിച്ച് ഓർമ്മ വന്നു. അപ്പോൾ അമ്മയുടെ പക്ഷക്കാരാണ് അസുരന്മാര്, അവർക്കും കുറച്ച് സുഖം ഉണ്ടായിക്കോട്ടെ, അവർക്ക് ദുഃഖം ഉണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെ വിചാരിച്ച അദ്ദേഹം ഹവിസ്സെടുത്ത് അഗ്നിയിലേക്ക് ഹോമിച്ചു. ദേവേന്ദ്രന് കാര്യം മനസ്സിലായി. നമ്മുടെ സ്ഥലത്ത് വന്നിരുന്ന് നമുക്കെതിരെ പ്രവർത്തിക്കുകയാണ്, ഇനി ഇയാളെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ആലോചനാ ബുദ്ധിയില്ലാതെ വാള് വലിച്ചൂരി ഒരു വീശങ്ങട് വീശി, അതോടുകൂടി ആ 3 തലകളും 3 പക്ഷികളായി ആകാശത്തിലേക്ക് ഉയർന്നു പോവുകയും ചെയ്തു. അമൃത് കഴിച്ച പക്ഷി അത് കവിഞ്ചലം എന്നുള്ള പക്ഷിയായി മാറി. സുരാപാനം മദ്യം കഴിച്ചത് കളവിംഗ പക്ഷിയായി. അന്നം കഴിച്ചിരുന്നത് തിത്തിരി പക്ഷിയായിട്ട് മുകളിലേക്ക് ഉയർന്നു പോവുകയും ചെയ്തു. ഗുരുനാഥനെ കൊന്നതുകൊണ്ട് എന്തായി? ബ്രഹ്മഹത്യാപാപം. ഈ ബ്രഹ്മഹത്യാപാപത്തിൽ നിന്ന് അദ്ദേഹം 1 വർഷം അതിനെ സ്വീകരിച്ചു. പിന്നീട് അത് ഭൂമി, ജലം, വൃക്ഷം, സ്ത്രീകൾ, ഈ 4 പേർക്കായിട്ട് ബ്രഹ്മഹത്യാപാപത്തെ വീതിച്ചു കൊടുത്തു എന്നും പറയുന്നു. ഭൂമി ആ കുഴിച്ചു കഴിഞ്ഞാലും താനെ ആ കുഴികൾ നിറയും എന്ന വരം കൊണ്ട്, ആ വരം സ്വീകരിച്ചുകൊണ്ട് ഭൂമി ബ്രഹ്മഹത്യാപാപത്തിന്റെ കാൽഭാഗം സ്വീകരിച്ചു. അതേപോലെ തന്നെ അപ്പൊ ഭൂമിയിൽ മരുപ്രദേശമായിട്ട് കാണുന്നതൊക്കെ ഈ ദേവേന്ദ്രനിൽ നിന്ന് സ്വീകരിച്ച ബ്രഹ്മഹത്യാപാപത്തിന്റെ പ്രതീകമാണ് എന്ന് പറയുന്നു. വൃക്ഷങ്ങൾ വെട്ടിയാലും പുഷ്ടിപ്പെട്ടു വരും എന്നുള്ള വരം നേടി ബ്രഹ്മഹത്യയുടെ 4/1 ഭാഗം വൃക്ഷങ്ങൾ സ്വീകരിച്ചു. വൃക്ഷത്തിൽ പശയായിട്ട് കാണുന്നത് ഈ ബ്രഹ്മഹത്യാപാപമാണ് എന്ന് പറയുന്നത്. സ്ത്രീകളോ, സ്ത്രീകൾ പ്രസവം കഴിഞ്ഞ് ഭോഗം കൊണ്ട് ഗർഭനാശം വരികയില്ല എന്ന ഒരു വരം നേടിക്കൊണ്ട് ഈ ബ്രഹ്മഹത്യാപാപത്തിന്റെ ആ 1 ഭാഗത്തെ സ്വീകരിച്ചു. സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാസത്തിലുള്ള അശുദ്ധി ഇതിന്റെ ഭാഗമാണ് എന്ന് ആണ് സങ്കല്പം. ഇങ്ങനെ ഓരോരുത്തരും അതേപോലെ തന്നെ ആ ജലം സ്വീകരിച്ചു. 4/1 ഭാഗം ജലത്തിലെ നുരയും പതയും ആണ് ഈ ബ്രഹ്മഹത്യാപാപത്തിന്റെ സ്വരൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നുരയും പതയും കളഞ്ഞ് വെള്ളം ശുദ്ധീകരിച്ചിട്ട് വേണം നമുക്ക് ആ പാപം ഇല്ലാത്ത വെള്ളത്തെ സ്വീകരിക്കാൻ. ജലം ശുദ്ധീകരിക്കണം എന്ന് തന്നെ. ഏതായാലും ആ ദേവേന്ദ്രൻ തന്റെ മകനെ നിഗ്രഹിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയ ത്വഷ്ടാവ് ഗംഭീരമായിട്ടുള്ളൊരു യജ്ഞം നടത്തുകയാണ് അവിടെ. ദേവേന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു പുത്രൻ വേണം. ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു പുത്രൻ എന്ന് ആഗ്രഹിച്ച അദ്ദേഹത്തിന് ചെറിയൊരു നാവുപിഴ വന്നു. അതുകൊണ്ട് എന്തായി? ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു പുത്രനായി മാറി. വളരെ ശക്തനാണ് അദ്ദേഹം ത്വഷ്ടാവ്. അദ്ദേഹം ആ അഗ്നിയിൽ നിന്ന് തന്റെ തപശക്തി കൊണ്ട് ആർജിച്ചെടുത്ത ആ പുത്രനാണ് വൃത്രൻ എന്ന് പറയുന്നത്. ഭയങ്കരമായ ദംഷ്ട്ര, അനേകം ആ എത്രയോ അടി ഉയരം ഉള്ള ശരീരം, അതിഭീകരമായിരിക്കുന്ന ആ ശരീരത്തോടു കൂടി വൃത്രാസുരൻ വന്നു. എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ദേവേന്ദ്രനെ ഇല്ലാതെയാണ്. വൃത്രാസുരൻ അവിടുന്ന് പോരിനായിട്ട് വരുന്നു. ദേവേന്ദ്രൻ നോക്കിയപ്പോൾ വൃത്രാസുരനെ കണ്ടപ്പോൾ പേടിച്ചോടാൻ തുടങ്ങി. ഗുരുനാഥനില്ല. ബ്രഹ്മഹത്യാപാപം ഒരു നിലയ്ക്ക് 4 പേരുടെ കയ്യിൽ ഏൽപ്പിച്ചു. കയ്യിന് ശക്തിയില്ല. ആകപ്പാട് പേടിച്ചു ദേവേന്ദ്രൻ നേരെ ഭഗവാൻ ആ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഇതൊന്നും രക്ഷിക്കാൻ എനിക്ക് പറ്റില്ല, ഞാനൊരു ഗുരുനാഥൻ വേണമെന്നൊക്കെ പറഞ്ഞു. ഗുരുനാഥൻ ഉണ്ടായി. ആ ഗുരുനാഥനെ കൊന്നു. ആദ്യത്തെ ഗുരുനാഥനെ അംഗീകരിച്ചില്ല, അപമാനിച്ചു. 2ാമത്തെ ആളെ ആ യമപുരിയിലേക്ക് അയച്ചു. ഇതല്ലേ ചെയ്തത്? ഇനി ഒരൊറ്റ വഴിയുള്ളൂ, ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചോളൂ. അവിടെ ചെന്ന് സ്തുതിയൊക്കെ തുടങ്ങി. ഓം നമസ്തേസ്തു ഭഗവൻ നാരായണ വാസുദേവാദി പുരുഷ മഹാപുരുഷ മഹാനുഭാവ പരമമംഗള പരമകല്യാണ മഹാകാരുണിക കേവല ജഗദാധാര ലോകൈകനാഥ സർവേശ്വര ലക്ഷ്മീനാഥ. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണല്ലേ, അട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഉറക്കെ വിളിക്കും. ഇപ്പൊ നമുക്ക് നാമം ജപിക്കാൻ പറയുമ്പോ എല്ലാവരും ഇങ്ങനെ പതുക്കെ എന്റെ ശബ്ദം ആരെങ്കിലും കേട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് പകരം എന്തെങ്കിലും ഒരു ദുഃഖം വന്നാലോ അവിടെ അമ്പലത്തിന്റെ മുമ്പിൽ വന്ന് ഉറക്കെ കരയും, ഉറക്കെ നാമം ജപിക്കും. അട്ടി കിട്ടിയാലേ തോന്നുള്ളൂ. ദേവേന്ദ്രൻ നമ്മുടെയൊക്കെ പ്രതീകമാണ്. ദേവേന്ദ്രൻ അട്ടി കിട്ടിയപ്പോ തോന്നി, ഭഗവാനെ വിളിച്ചു. അതുവരെ സുന്ദരികളുടെ നൃത്തം കാണലായിരുന്നു പ്രധാന വിനോദം. ഇപ്പൊ അത് മാറി. ഭഗവാനെ വന്ന് വിളിച്ചു. അതിഗംഭീരമായിട്ടുള്ള ആ സ്തുതിയുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു, ദേവേന്ദ്ര, സാധാരണ നിലയ്ക്കൊന്നും വൃത്രാസുരനെ കൊല്ലാൻ പറ്റില്ല. ഭഗവാനെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ദധീചി മഹർഷിയുടെ മുതുകല്ല് കൊണ്ട് ഒരു ആയുധം ഉണ്ടാക്കുക. ആ ആയുധം കൊണ്ട് വൃത്രാസുരനെ കൊല്ലാൻ പറ്റും. ദേവേന്ദ്രൻ ഭഗവാനെ വണങ്ങി നേരെ മുനിയുടെ അടുത്തേക്ക്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങളൊരു ആഗ്രഹവുമായിട്ടാണ് വന്നേക്കുന്നത്. എന്താ ആഗ്രഹം? അങ്ങയുടെ മുതുകല്ലൊന്ന് തരണം.
നല്ല എളുപ്പമായിട്ടുള്ള ആഗ്രഹമാണ് അല്ലേ? ഒരാൾ മരിച്ചിട്ട് വേണം എനിക്ക് കേമനാവാൻ ഒരു നാണമില്ല ഇദ്ദേഹത്തിന്. ഈ മുതുകലില് നട്ടലില്ലാത്ത ആളുകൾ വേറെ ആളുകളോട് ചോദിക്കും. ദേവേന്ദ്രൻ അത് തന്നെയാണ് സ്വഭാവം. ആ ദധീചി മഹർഷി പറഞ്ഞു എനിക്ക് ജീവിക്കണ്ടേ ദേവേന്ദ്രന് മാത്രം ജീവിച്ചാൽ മതിയോ? ദേവേന്ദ്രൻ തിരിച്ചു പറയാ പരോപകാരാർത്ഥമിതം ശരീരം, ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങയോടൊന്ന് മരിച്ചു തരണം എന്ന് പറയുന്നത്. പാവം ദധീചി മഹർഷി പറഞ്ഞു ശരി ആയിക്കോട്ടെ, എൻ്റെ ഈ ശരീരം ഒന്നിനും കൊള്ളാത്തതാണ്, അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ എടുത്തോളൂ, നിങ്ങളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ശരീരം ആ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് മെഡിക്കൽ കോളേജിലേക്കൊക്കെ വിട്ടുകൊടുക്കും. സത്യത്തിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്, നമുക്ക് യാതൊരു ആവശ്യമില്ല. അവിടെ വെറുതെ കത്തിച്ചു കളയുന്നത് ആളുകൾക്ക് ഒരു ഉപകാരമാവുകയാണെങ്കിൽ പരോപകാരാർത്ഥം ഇതും ശരീരം തന്നെയാണ്. അങ്ങനെ ദധീചി മഹർഷി അവിടെ തന്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. ദേവേന്ദ്രൻ അന്ന് തന്നെ സഞ്ചയനം നടത്തി. സാധാരണ എല്ല് വർക്കലൊക്കെ 4 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇതിപ്പോ കാത്തു നിൽക്കാൻ പറ്റില്ല, വേഗം അതൊക്കെ എടുത്തുകൊണ്ടുവന്ന് വിശ്വകർമാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അദ്ദേഹം അതുകൊണ്ട് അതിഗംഭീരമായിരിക്കുന്ന ഒരു ആയുധമുണ്ടാക്കി ആ വജ്രായുധം ധരിച്ചുകൊണ്ട് ദേവേന്ദ്രൻ ആനപ്പുറത്ത് വരികയാണ്. വൃത്രാസുരനുമായി യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിൽ ദേവേന്ദ്രനെ കണ്ടപ്പോ അസുരപ്പട തോറ്റോടാൻ തുടങ്ങി. വൃത്രാസുരൻ പറഞ്ഞു നിങ്ങൾ ആരും ഓടരുത്, യുദ്ധത്തിൽ മരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. സത്യത്തിൽ ദധീചി മഹർഷിയെ പോലെ ശിവിയെ പോലെയൊക്കെ ദാനം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ യുദ്ധത്തിൽ വീരചരമം പ്രാപിക്കുക വളരെ വിശേഷമാണ്. ആരാതൊക്കെ കേൾക്കുന്നത് അവരൊക്കെ ഓടാൻ തുടങ്ങി. ദേവേന്ദ്രനോട് പറഞ്ഞു ദേവേന്ദ്ര അങ്ങനെ ഓടുന്ന ആളുകളുടെ പിന്നാലെ പോവല്ല വേണ്ടത്, ധൈര്യമുണ്ടെങ്കിൽ ഞാനുമായിട്ട് യുദ്ധം ചെയ്യാൻ. അഥോ ഹനേമേ പുലിശേന വീര ഹർത്താ പ്രബദ്ധൈവ ശിരോയദീഹ. ഇന്ദ്രനോട് പറയാണ്, ഇന്ദ്ര ഇവിടെ ആ ഇന്ദ്രനെ ഹരേ എന്നങ്ങോട്ട് വിളിച്ചു. ഹരിശബ്ദം അതിന് സിംഹം, കൊരങ്ങൻ, ഇന്ദ്രൻ, വിഷ്ണു ഇങ്ങനെ പല പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഇന്ദ്രനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിലും അംബരീഷിന്റെ കഥയിലെ പോലെ തന്നെ ഇന്ദ്രനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിലും ഭഗവാനെ കുറിച്ചുള്ള സ്മരണയ്ക്ക് കാരണമായി വൃത്രാസുരൻ ഹരി എന്നങ്ങോട്ട് പറഞ്ഞതോട് കൂടി വൃത്രാസുരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഗദ്ഗതം വന്നു, രോമാഞ്ചമുണ്ടായി. ഭക്തിയുടെ ഏറ്റവും ആ അമൂർത്തമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു വൃത്രാസുരൻ പറയുകയാണ്, ദേവേന്ദ്ര നമ്മൾ തമ്മിലുള്ള യുദ്ധം ഈശ്വരന്റെ ഒരു ലീല മാത്രമാണ്. ഇതിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. നമ്മൾ രണ്ടുപേരും നമ്മുടെ പ്രവൃത്തി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, ഫലം തരുന്നത് ഈശ്വരനാണ്. എനിക്ക് സത്യത്തിൽ അങ്ങയെ പോലെ അങ്ങയുടെ സ്വർഗരാജ്യം ഒന്നും എനിക്ക് വേണ്ട. ന നാഗപൃഷ്ഠം, എന്നുവെച്ചാൽ പാരമേഷ്ഠ്യം, ന സാർവഭൗമം, ന രസാധിപത്യം, ന യോഗസിദ്ധീരപുനർഭവം വാ. എനിക്കിതൊന്നും വേണ്ട എന്നാണ്. എനിക്ക് എന്തേ വേണ്ടു? എനിക്ക് ഭഗവാനിലുള്ള ഭക്തി മാത്രം വേണ്ടു. അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്തി ഭൂയ. എനിക്ക് ആ ഭഗവാന്റെ പാദപത്മമാകുന്ന ഒരേ ആശ്രയത്തോടു കൂടിയ ദാസന്മാരുടെ ദാസനായി തീർന്നാൽ മതി. എനിക്ക് ഭക്തനാവണമെന്നൊന്നുമില്ല. അങ്ങനെ ആ ഭൃത്യന്മാരുടെ ഏറ്റവും താഴെയുള്ള ആളായാലും മതി, ഭക്തി ഉണ്ടാവണം. എനിക്കിതില് ദേവേന്ദ്ര നിന്റെ ഈ നാഗാധിപത്യമോ ബ്രഹ്മാധിപത്യമോ ചക്രവർത്തി സ്ഥാനമോ രസാതലാധിപത്യമോ എന്തിന് യോഗസിദ്ധികളോ മോക്ഷം പോലും എനിക്ക് വേണ്ട. ഞാൻ എങ്ങനെയപ്പോ കാത്തു നിൽക്കണതെന്നറിയോ? ചെറുക്കമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങള് തള്ളപ്പക്ഷിയുടെ അടുത്തേക്ക് എത്താൻ മോഹിക്കുന്നത് പോലെ, അതുമല്ലെങ്കിൽ കയറിൽ കെട്ടപ്പെട്ട് നിൽക്കുന്ന ഒരു പശുക്കുട്ടി തള്ളപ്പശുവിന്റെ പാല് കുടിക്കാൻ മോഹിക്കുന്നത് പോലെ എവിടേക്കോ പോയിട്ടുള്ള തന്റെ ഭർത്താവിനെ കാത്തിരിക്കുന്ന പതിവ്രതയായ ഭാര്യയെ പോലെ മനോരവിന്ദാക്ഷതേത്വാം ഞാൻ എൻ്റെ മനസ്സ് അങ്ങേ ദർശിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അജാതപക്ഷായിവ മാതരംഘഗ സ്തന്യം യഥാ വത്സതരാക്ഷുധാത്വ പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷ ദിദൃക്ഷതേത്വം. ഞാൻ അവിടുത്തെ കാണാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഈ സംസാര ചക്രത്തിൽ ചുറ്റിത്തിരിയുന്ന എനിക്ക് അങ്ങയുടെ ഭക്തന്മാരുമായിട്ടുള്ള സഖ്യം ഉണ്ടാവണേ ഭഗവാനെ. അങ്ങയുടെ യോഗമായ കൊണ്ട് ശരീരം, മക്കള്, ഭാര്യ, വീട് ഇതിലൊക്കെ അത്യാസക്തനായിരിക്കുന്ന എനിക്ക് അവയിൽ ശക്തി ഇല്ലാതിരിക്കുകയും വേണം. ഭക്തന്മാരിൽ ശക്തി ഉണ്ടാവണം. ആ
മറ്റ് കാര്യങ്ങളിൽ ഭൗതികങ്ങളിൽ എനിക്ക് അനാസക്തി ഉണ്ടാവും വേണം. പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം അതിഭീകരമായിരിക്കുന്ന യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഭഗവാനെ ഇങ്ങനെ ഉള്ളറിഞ്ഞ് ഉള്ളം നിറഞ്ഞ് കണ്ണു നിറഞ്ഞ് തൊണ്ടയിടറി വിളിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ വിളിക്കണില്ല. പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ വിളിക്കുമ്പോഴാണ് അതിന് ശ്രേഷ്ഠത കൂടുതൽ. ഇവിടെ എല്ലാ നിലയ്ക്കും നാമം ജപിക്കാനുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിലും നമ്മുടെ നാവ് വീഴണില്ല. എന്തും പറയുവാൻ പൊങ്ങുന്ന നാവേ അല്ലേ? ഇതങ്ങോട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്. നാവിന് പിന്നെ ഒരു നിമിഷം പോലും ഒഴിവുണ്ടാവില്ല. നാമം ജപിക്കാൻ പറഞ്ഞാൽ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ വൃത്രാസുരന് സാധിച്ചു. അസുരജന്മത്തിൽ പിറന്നു, അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമില്ല. പ്രഹ്ലാദന്റെ ഒക്കെ ഭക്തിയുടെ പ്രാധാന്യം അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. യാതൊരു അനുകൂലമായ സാഹചര്യവുമില്ല. പിന്നെ യുദ്ധഭൂമി, അവിടെ വെച്ച് എങ്ങനെയാ യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഭഗവാനെ ഭജിക്കാൻ സാധാരണ നിലയ്ക്ക് ഒരാൾക്ക് സാധിക്കില്ല. ദേവേന്ദ്രൻ അതാണ് പറഞ്ഞത്, അഹോദാനവസിദ്ധോസി യസ്യതേ മതിരീദൃശി ഭക്ത സർവാത്മനാത്മാനാം സുഹൃതം ജഗദീശ്വരം ഭവാനദാശീമായാം വൈ വൈഷ്ണവിം ജനമോഹിനി. അത്ഭുതം, അത്ഭുതം. കാരണം ഇവിടെ ഇങ്ങനെയുള്ളൊരു ബുദ്ധി, ഭഗവാനിലേക്ക് അനൽപമായ ആസക്തിയുള്ള അങ്ങ് സിദ്ധനായി കഴിഞ്ഞിരിക്കുന്നു. ആ ഭഗവാനെ സർവാത്മന ശരണം പ്രാപിച്ചിരിക്കുന്നു. ഭഗവാന്റെ മായയെ അങ്ങ് വിജയിച്ചിരിക്കുന്നു. പരമഭാഗവതന്മാരുടെ നിലയിലേക്ക് അങ്ങ് ഉയർന്നിരിക്കുന്നു. അങ്ങ് വൃത്രാസുരനല്ല, പരമഭാഗവതനായിരിക്കുന്ന വൃത്രൻ എന്ന ഭക്തനാണ്. ദേവേന്ദ്രനെ തുറന്നു പറയേണ്ടി വന്നു. ഏതായാലും ആ കാര്യങ്ങൾ കഴിഞ്ഞു, വീണ്ടും യുദ്ധം ചെയ്തു. കാരണം എന്താ? അപ്പൊ തന്റെ കർമ്മം യുദ്ധം ചെയ്യലാണ്. വൃത്രാസുരൻ അതാ കാണിക്കുന്നത്. അച്ഛൻ പറഞ്ഞതനുസരിച്ച് യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധത്തിൽ ദേവേന്ദ്രന്റെ വജ്രായുധമേറ്റ് വൃത്രാസുരന്റെ ശിരസ് താഴെ വീണു. അതിനിടയിൽ വൃത്രാസുരൻ ദേവേന്ദ്രനെ പിടിച്ചു വിഴുങ്ങി, ഐരാവതത്തോടുകൂടി വിഴുങ്ങി. ആ കുക്ഷി തുറന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. പിന്നീട് വജ്രായുധം വൃത്രാസുരനെ താഴെ വീഴ്ത്തിയപ്പോ അത്ഭുതത്തോടുകൂടി ശിശുബ്രഹ്മർഷി പറയാ, വൃത്രസ്യ ദേഹ നിഷ്ക്രാന്തമാത്മജ്യോതിരനിന്ദമ പശ്യതാം സർവലോകാനാമലോകം സമബദ്ധ്യത. വൃത്രന്റെ ദേഹത്ത് നിന്ന് ഒരു ജ്യോതിസ് ആ സർവലോകങ്ങളും കണ്ടുകൊണ്ടിരിക്കെ ലോകാതീതനായ അലോകസ്ഥനായിരിക്കുന്ന ഭഗവാന്റെ പദത്തിലേക്ക് എത്തിച്ചേർന്നു. അത്ഭുതം അല്ലേ? അങ്ങനെ ഇന്ദ്രൻ ജയിച്ചു. എല്ലാവർക്കും സന്തോഷമായി. പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി. ദേവേന്ദ്രൻ ജയിച്ചു. വൃത്രനെ കൊന്നു. അസുരന്മാരുടെ മേൽ ദേവേന്ദ്രന്റെ ആ ദേവന്മാരുടെ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ ഒരാൾക്ക് മാത്രം സന്തോഷമില്ല. അതാർക്കാ? ദേവേന്ദ്രന്. കാരണം എന്താ? ബ്രഹ്മഹത്യാപാപം വീണ്ടും അദ്ദേഹത്തെ പിടികൂടിയേക്കാണ്. ഗുരുവിന്റെ സഹോദരനെ, അപ്പൊ ഗുരുതുല്യനാണ്. വൃത്രാസുരനെ നിഗ്രഹിച്ചതിന്റെ ബ്രഹ്മഹത്യാപാപം. ഇന്ദ്രൻ പറയാണ്, സ്ത്രീകള്, ഭൂമി, ജലം, വൃക്ഷം എന്നിവർക്ക് ഞാൻ എന്റെ ബ്രഹ്മഹത്യാപാപത്തെ കൊടുത്തു. ഇനി ഞാൻ ആർക്കാ കൊടുക്കുക? മഹർഷിമാര് പറഞ്ഞു, അങ്ങയെ അശ്വമേധം കൊണ്ട് യജിപ്പിക്കാം, ഭയപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും അവിടെ ദേവേന്ദ്രന് പേടിയായി. ദേവേന്ദ്രൻ മാനസ സരസിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്ന താമര പൂവിന്റെ തണ്ടിലേക്ക് ഒളിച്ചു താമസിച്ചു കുറച്ചു കാലം അനുരൂപനായിട്ട്. അവിടെ താമസിക്കുന്ന സമയത്ത് ദേവേന്ദ്രന്റെ ആ ദേവലോകം ഭരിക്കാനായിട്ട് ആളില്ല. എന്നാൽ നരലോകത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് ഒരാളെ കൊണ്ടുപോവുക. ആരാ നല്ലതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നഹുഷൻ എന്ന ഒരു രാജാവുണ്ട്, അദ്ദേഹം വളരെ ശ്രേഷ്ഠനാണ്, എന്നാ അദ്ദേഹത്തിനെ കൊണ്ടുപോവുക. അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയി. അവിടെ എത്തുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് കുഴപ്പമുണ്ടായില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അധികാരം അഹങ്കാരത്തിന് കാരണമായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്തായി? പറഞ്ഞു തുടങ്ങി, ഞാൻ ദേവേന്ദ്രനാണെങ്കിൽ ദേവലോകം എന്റേതാണെങ്കിൽ ദേവേന്ദ്രന്റെ പത്നി ഇന്ദ്രാണി എന്റെ ഭാര്യയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാം? ദേവേന്ദ്രൻ ആയിരിക്കുന്ന നഹുഷന്റെ പുതിയ ആ പ്രസ്താവം കേട്ടപ്പോ ഇന്ദ്രാണി ഭഗവാനെ തന്നെ വിളിച്ചു കരഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, സപ്തർഷിമാർ ചുമക്കുന്ന പല്ലക്കിൽ വന്നാൽ സ്വീകരിക്കാന്ന് പറഞ്ഞോളൂ. കാമാതുരനായ കാമാർത്തനായ നഹുഷൻ ആദരിക്കേണ്ടവരായിരിക്കുന്ന സപ്തർഷിമാരെ തന്റെ പല്ലക്ക് ചുമക്കാൻ ഏൽപ്പിച്ചു. അവര് പല്ലക്കെടുത്തു. പക്ഷേ ഈ നഹുഷന് ഇന്ദ്രാണിയുടെ അടുത്തേക്ക് എത്താനുള്ള തിരക്ക് കാരണം മുമ്പിൽ നടക്കുന്ന ഉയരം കുറഞ്ഞ ആ കുംഭസംഭവനായിരിക്കുന്ന അഗസ്ത്യന്റെ
പുറത്ത് തൻ്റെ കാല് വെച്ച് ആഞ്ഞു ചവിട്ടി സർപ്പ സർപ്പ എന്ന് പറഞ്ഞു. വേഗം നടക്കാൻ പറഞ്ഞിട്ട് അഗസ്ത്യൻ എന്ത് ചെയ്തു? തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു തഥാസ്തു. എന്തുണ്ടായി? പാമ്പായി മാറി, സർപ്പമായി മാറി. അവിടുന്ന് പെരുമ്പാമ്പായി ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്തു. പിന്നീട് പാണ്ഡവരുടെ വനവാസകാലത്താണ് ഈ നഹുഷന് മോക്ഷം കിട്ടിയത് എന്ന് മഹാഭാരത കഥ നമുക്ക് കാണിച്ചു തരുന്നു. ഏതായാലും അവിടെ അപ്പൊ നമ്മുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള ഈ അഹങ്കാരത്തിന്റെ പാമ്പ് തലപൊക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അകത്തേക്ക് നോക്കണം എന്നാണ്. എന്നിട്ടോ ആ പാമ്പിന് അനക്കൊണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അല്ലെ, ഏറ്റവും വലിയ പാമ്പിന്റെ പേര് തന്നെ അനക്കൊണ്ട എന്നാണ്. അപ്പൊ അനക്കണ്ടോ അനക്കണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അനക്കുണ്ടെങ്കിലോ ആ പിഞ്ചുപാദമെൻവൃത്തിയിലായി ചേർക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. കാളിയന്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കിയതുപോലെ ആ കുഞ്ഞുതൃപാദങ്ങൾ അടിയന്റെ ഹൃദയത്തിലും ഓടിക്കളിക്കണേ ഭഗവാനെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതം സാർത്ഥകമാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ആ ദേവേന്ദ്രൻ അശ്വമേധയാഗങ്ങളൊക്കെ നടത്തി വിധിയാമണ്ണം വീണ്ടും ദേവലോകത്തിന്റെ അധിപതിയായിട്ട് തീർന്നു. ദേവേന്ദ്രൻ ശുചിയായ സ്ഥലം, ശുദ്ധമായ സ്ഥലം ശുചീന്ദ്രം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയതാണ്. അങ്ങനെ ഹയമേധം കൊണ്ട് ഇന്ദ്രനെ യജിപ്പിച്ച് ആ ഹരിയുടെ അനുഗ്രഹം കൊണ്ട് ഹരിയായിരിക്കുന്ന ഇന്ദ്രൻ ദേവലോകത്തിന്റെ അധിപതിയായിട്ട് വീണ്ടും തീർന്നു. എല്ലാ പാപങ്ങളും തീർക്കുന്ന, എല്ലാ വിജയത്തിനും കാരണമായിരിക്കുന്ന ഈ കഥ അത് ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. സർവദാ വായിക്കാം. പ്രത്യേകിച്ച് വിശേഷാവസരങ്ങളിൽ ഈ വൃത്രാസുരന്റെ കഥ വളരെ വിശേഷമാണ്. ഭക്തിയുടെ ഉദാത്തമായ ഭാവം ആണ് ഇതിൽ കാണിക്കുന്നത്. അധികാരവും അഹങ്കാരവും നമുക്ക് അധപ്പതനത്തിന് കാരണമാവുമെന്നും ആ ഭഗവാനിലുള്ള ആ ശ്രേഷ്ഠമായ ഭക്തി കൊണ്ട് മാത്രമേ ജീവിത വിജയം നേടാനും നിത്യാനന്ദം നേടാനും സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ശിഷ്യബ്രഹ്മർഷി ആ ഭാഗം അവിടെ ഉപസംഹരിക്കുന്നത്. അപ്പൊ വൃത്രാസുരന്റെ ഇത്രയും മഹത്തായ ഭക്തിഭാവം കണ്ടപ്പോ പരീക്ഷിച്ച് സംശയമായി, എങ്ങനെയാ ഇങ്ങനെ സാധിക്കണത്? കാരണം ദേവന്മാർക്കും മുനിമാർക്കും പോലും ഭഗവാന്റെ പാദത്തിൽ അത്രയൊന്നും ദിവ്യപ്രേമം ഉണ്ടാവില്ല. ഈ ലോകത്തിൽ ജീവികൾ എത്രയോ ഉണ്ട് അല്ലെ? ആകാശത്തിലെ നക്ഷത്രങ്ങളും ഭൂമിയിലെ മണൽത്തരികളും പോലെ നിരവധി. അതിൽ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമാണ് ശ്രേയസ് ഉണ്ടാവണം എന്ന് തോന്നുക. അതിൽ വെച്ച് ചിലർക്കാണ് മുക്തി കിട്ടിയാൽ കൊള്ളാൻ തോന്നുക. ആ മുമുക്ഷുക്കളിൽ തന്നെ വളരെ കുറച്ച് ആളുകൾക്കേ മുക്തി കിട്ടുള്ളൂ. അപ്പൊ കോടിക്കണക്കിന് മുക്തന്മാരിലും സിദ്ധന്മാരിലും നാരായണപരന്മാരായി പരമശാന്തന്മാരായി പരമഭക്തന്മാര് അതിദുർലഭം. എന്നാൽ അവിടെ ആ പാപിയായ വൃത്തന്, അസുരനായ വൃത്രന് ഘോരയുദ്ധത്തിൽ പോലും സച്ചിദാനന്ദമൂർത്തിയായിരിക്കുന്ന ശ്രീകൃഷ്ണനിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭക്തി ഉണ്ടായത്? വൃത്രസ്തുസ കഥം പാവ സർവലോകോപതാപന യുദ്ധം ദൃഢമതി കൃഷ്ണ ആസിൽ സംഗ്രാമ ഉത്ഭണേ. യുദ്ധരംഗത്ത് അതൊരു വലിയ അത്ഭുതമാണ് എന്ന് പറയുന്നു. അത് എന്താണ് അതിന് കാരണം എന്ന് ചോദിക്കുമ്പോഴാണ് അതിന് ഉപോദ്ബലകമായിരിക്കുന്ന വൃത്രാസുരന്റെ പൂർവ്വവൃത്താന്തം ചിത്രകേതുപാഖ്യാനം അവിടെ പറയാനായിട്ട് ആരംഭിക്കുന്നത്. ആ ഭാഗമാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നിർത്തേണ്ട സമയമായി. പങ്കും ലംഘയതേഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നരസിംഹാവതാര കഥ നമ്മളിപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഇനി ധർമ്മപുത്രർക്ക് നാരദൻ നൽകുന്ന ഉപദേശങ്ങളാണ് നമുക്കിനി കേൾക്കാനുള്ളത്. ഓരോ വർണ്ണത്തിലെയും ഓരോ ആശ്രമത്തിലെയും ധർമ്മങ്ങൾ എന്ത്, വർണ്ണാശ്രമ ധർമ്മങ്ങളെ കുറിച്ചുള്ള ആ ഉപദേശം. അതിനു മുമ്പായിട്ട് ഷഷ്ഠസ്കന്ധത്തിൽ നമ്മൾ കേട്ടു ചിത്രകേതുവിന്റെ കഥ. ചിത്രകേതു ആരായിരുന്നു എന്നാ പറയുന്നത്? ആസീദ് രാജ സാർവഭൗമ ശൂരസേനേഷു വൈനൃപ ചിത്രകേതുരിതിഖ്യാതോ യസ്യാസീദ് കാമധൂമൈ. ഈ ഭൂമിയെ വേണ്ട പോലെ പരിപാലിച്ചിരുന്ന ചിത്രകേതു എന്ന രാജാവിന്റെ കഥ പറയുകയാണ് വൃത്രാസുരന്റെ പൂർവ്വവൃത്താന്തമായിട്ട്. ചിത്രകേതുവിന് നിരവധി ഭാര്യമാരുണ്ടായിരുന്നു. സഹസ്രാണി ദശാഭവനാണ് തസ്യ ഭാര്യ എന്ന് വെച്ചാൽ 1 കോടി ഭാര്യമാര്. കോടിപതി എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. 1 കോടി പത്നിമാരുടെ പതിയാണ് അദ്ദേഹം. കോടിപതിയായിരുന്നു. പക്ഷേ
അദ്ദേഹം ബന്ധ്യാപതിയായിട്ട് തുടർന്നു എന്നാണ്. കുട്ടികളുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. വല്ലാത്ത വിഷമമായി. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരിക്കൽ അങ്കിരസ് മഹർഷി വരികയാണ്. അദ്ദേഹത്തിൻ്റെ വേണ്ട പോലെ സ്വീകരിച്ചു. പൂജകളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അങ്കിരസ് ഇരിക്കുന്ന സിംഹാസനത്തിന്റെ താഴത്ത് ആ ചക്രവർത്തി, ചിത്രകേതു എന്ന ചക്രവർത്തി താഴത്ത് ഇങ്ങനെ ഇരുന്ന് കണ്ണീരൊലിപ്പിച്ചും കൊണ്ടിരുന്നു. എന്തിനാ അങ്ങക്ക് അറിയണതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, അങ്ങക്ക് അറിഞ്ഞുകൂടെ? അങ്ങക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. എനിക്ക് പുത്രഭാഗ്യം ലഭിച്ചിട്ടില്ല. എന്നെ എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യാൻ ഒരു പുത്രൻ എനിക്കില്ല. എൻ്റെ രാജ്യം നിലനിർത്താൻ എനിക്കൊരു പുത്രനില്ല. അല്ലാത്ത കഷ്ടത്തിലാണ് ഞാൻ. എനിക്ക് 1 കോടി പത്നിമാരുണ്ട്, കാര്യമില്ല. ഒരാളും ഒരു പുത്രഭാഗ്യം നൽകാൻ സാധിച്ചിട്ടില്ല അവർക്ക് ആർക്കും തന്നെ. അങ്കിരസ് പറഞ്ഞു, പുത്രൻ ഉണ്ടാകുന്നതാണ് സുഖം എന്ന് അങ്ങയോട് ആരാ പറഞ്ഞത്? അല്ല, അങ്ങനെയല്ല, എനിക്ക് പുത്രൻ വേണം എന്ന നിർബന്ധം പറയുന്നു. അങ്കിരസ് ചില യജ്ഞങ്ങളൊക്കെ നടത്തി അതിൻ്റെ ആ പായസം, അതിൻ്റെ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള യജ്ഞഭാഗം, ആ പായസം ചിത്രകേതുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദശരഥന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കിട്ടിയ പായസം 2 പേർക്ക് ആദ്യം കൊടുത്തു, അവർ പകുതി വീതം സുമിത്രയ്ക്ക് കൊടുത്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ പത്നിമാരെത്രയോ 1 കോടി പത്നിമാരാണ്. ഇവർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഈ പായസം തന്നെയോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ആ പ്രസാദം കൃതദ്യുതി എന്ന മൂത്ത ഭാര്യയ്ക്ക്, പ്രഥമ പത്നിക്ക് അത് കൊടുത്തു. അങ്ങനെ ഈ അങ്കിരസ് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, അങ്ങക്ക് ശോകത്തെയും ഹർഷത്തെയും നൽകുന്ന ഒരു പുത്രൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നുകൂടി കാണിക്കുകയാണ് ഭാഗവതം. എപ്പോഴും സുഖം, എപ്പോഴും ദുഃഖം അങ്ങനെ ഉണ്ടാവില്ല. സന്തോഷവും സന്താപവും നൽകുന്ന ഹർഷശോക പ്രദസ്തുഭ്യമിതി ബ്രഹ്മസുതോയവും അദ്ദേഹം അവിടുന്ന് പോയി. കൃതജ്ഞതയുടെ ഗർഭം ഭാഗവതത്തിൽ പല സന്ദർഭത്തിലും ഈ ഉപമ കാണാം. ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെ പോലെ വലുതായി എന്ന് വെച്ചാൽ അനുനിമിഷം വലുതായിക്കൊണ്ടിരുന്നു. ആ യഥാസമയം ആ കൃതജ്ഞതി ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. എല്ലാവർക്കും വലിയ സന്തോഷമായി. അധകാല ഉപാവർത്തെ കുമാരസമജായത. ആനന്ദം ആനന്ദം ആനന്ദം. ആർപ്പുവിളികള്, ഘോഷങ്ങള്, നമുക്ക് രാജകുമാരൻ പറഞ്ഞിരിക്കണു, പ്രജകള്, മന്ത്രിമാര് എന്ന് വേണ്ട ഈ 1 കോടി പത്നിമാരും ആനന്ദം അനുഭവിച്ചു. അപ്പോ എത്ര കാലം ഉണ്ടായി? അധിക കാലമൊന്നും ഉണ്ടായില്ല. ഉള്ളിൽ അസൂയ ഒക്കെ വന്നു തുടങ്ങിയപ്പോ അവര് പരസ്പരം പറഞ്ഞു തുടങ്ങി. കാരണം ഇപ്പൊ രാജാവിനെ നമ്മുടെ അടുത്തേക്ക് കാണാനില്ല. രാജാവ് എപ്പോഴും കൃതജ്ഞതയുടെ കൊട്ടാരത്തിലാണ്. ആ ഉണ്ണിയെ കളിപ്പിക്കലും ഒക്കെ ആയിട്ടാണ്. കൃതജ്ഞതയോടൊരു പ്രത്യേക സ്നേഹമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്നേഹം പിടിച്ചു കിട്ടാൻ എന്താ ഒരു വഴിയുള്ളത്? നമുക്ക് അതുപോലൊരു പുത്രൻ ഉണ്ടാവണം. അല്ലെങ്കിൽ കൃതജ്ഞതയുടെ പുത്രൻ ഇല്ലാതെയാവണം. ഇതിൽ സാധിക്കാവുന്നത് ഏതേ ഉള്ളൂ? കൃതജ്ഞതയുടെ പുത്രൻ ഇല്ലാതാവുക മാത്രമേ സാധിക്കുള്ളൂ. അതിന് ഇനി എന്ത് വേണമെന്ന് ആലോചിച്ചു. അങ്ങനെ അവര് ഒരു ദാസിയെ ചട്ടം കെട്ടി അവളോട് പറഞ്ഞു, നീ ചെന്ന് ആ കൃതജ്ഞതയുടെ കുഞ്ഞിന് വിഷം കൊടുക്കണം എന്ന് പറഞ്ഞു. പാവം കൃതജ്ഞതി തൻ്റെ ആ ഗൃഹജോലികളൊക്കെ ചെയ്തും കൊണ്ട് അവിടെ അധപുരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ണി ഉറങ്ങുകയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്ന് ആ ദാസി ചെന്ന് വിളിക്കുകയാണ്. മറ്റൊരു ദാസി ചെന്ന് വിളിക്കുമ്പോഴേക്കും ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ശരീരത്തിൽ 2 മൃതശരീരങ്ങൾ പോലെ വീണ് കരഞ്ഞു ചിത്രകേതുവും കൃതജ്ഞതയും. മറ്റ് സപത്നിമാരും ഉറക്കുറക്കെ കരയാൻ തുടങ്ങി. നല്ല കാര്യമുണ്ടോ? കരയും, നമ്മളൊക്കെ കരയും. പക്ഷേ കരഞ്ഞത് കൊണ്ട് ഒരു ഫലവുമില്ല. പലരും വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, സാധിച്ചില്ല. ആ സമയത്ത് അങ്കിരസും നാരദ മഹർഷിയും കൂടെ അവിടെ വന്നു. അവരും പറഞ്ഞു നോക്കി, ആത്മാവിന് നാശമില്ല എന്നും ശരീരം അതിന്റെ പ്രാരബ്ധം അവസാനിച്ചാൽ തിരിച്ചു പോകുന്നതാണെന്നും ഒക്കെ പറഞ്ഞു നോക്കി. ഫലമൊന്നും ഉണ്ടായില്ല. അവസാനം രാജാവിനോട് ചോദിച്ചു, അങ്ങ് എന്തിനാ കരയണത്? എനിക്ക് ഈ ഉണ്ണിയെ തിരിച്ചു കിട്ടണം, ഉണ്ണി തിരിച്ചു വരണം എന്നാണ്. എങ്കിൽ ഞാൻ ആ ഉണ്ണിയെ തിരിച്ചു വിളിക്കാം എന്ന് നാരദൻ പറഞ്ഞു. ആ ജീവനെ തിരിച്ചു വിളിക്കുകയാണ് നാരദൻ. ജീവനോട് പറഞ്ഞു, നീ തിരിച്ചു വരൂ, കളയപരം സ്വമാവിശ്യ, ഈ ദേഹത്തിലേക്ക് കടന്നു വരൂ, ശേഷം ആയു, അടുത്ത ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞു. അച്ഛനും അമ്മയും കരയണ കണ്ടില്ലേ? ജീവൻ ആ ദേഹത്തിലേക്ക് കടന്നു. എന്നിട്ട് ചോദിച്ചു, ഇവര് എന്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നു. ഏത് ജന്മത്തിലാണ് ഇവർ എന്റെ അച്ഛനും അമ്മയും?
ഇവർ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ആയിരിക്കാം ഒരു പക്ഷേ ഇതിനു മുമ്പ് എൻ്റെ ശത്രുവായിരിക്കാം. പുഴയിൽ ഒഴുകുന്ന മണൽത്തരികൾ പോലെയാണ് ജീവിതം. സത്രത്തിൽ ഊണ് കഴിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ചില സൗഹൃദങ്ങൾ അതുപോലെയുള്ള ജീവിതം. അച്ഛൻ, അമ്മ, ബന്ധു, ഇതൊക്കെ നാടകത്തിൽ കഥാപാത്രങ്ങൾ വേഷമഴിച്ച് മാറുന്നത് പോലെ തന്നെ ഈശ്വര നിശ്ചയമനുസരിച്ച് അവരവരുടെ ആ കഥാപാത്രത്തിന്റെ അഭിനയം കഴിഞ്ഞാൽ ആ ചായം ഒഴിച്ചു വെച്ചാൽ തിരിച്ചു പോകാതിരിക്കാൻ നിർത്തിയില്ല. എനിക്ക് പോകണം, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് മറ്റൊരു ദേഹത്തിലേക്ക് പോകേണ്ട സമയമായി, ഭഗവാന്റെ സങ്കല്പമാണ്, ഞാനിതാ പോകണമെന്നും പറഞ്ഞ് ജീവൻ വീണ്ടും അവിടുന്നതായ യാത്രയായി. ചിത്രകേതുവിന് തൻ്റെ പുത്രൻ എന്നുള്ള രീതിയിൽ ആ ജീവനിൽ നിന്ന് ലഭിച്ച വലിയ ജ്ഞാന സന്ദേശം അത് അദ്ദേഹത്തെ വല്ലാതെ മാറ്റി. അങ്കിരസിന്റെയും നാരദന്റെയും ഉപദേശം കൂടി കിട്ടിയപ്പോ അദ്ദേഹം ഇവിടെ പറയുന്നു, ചളിയിൽ വീണ ആനയെ പോലെ ഈ അങ്കിരസും നാരദനും അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തി. ദുഃഖത്തിന്റെ പടുകുഴിയിൽ നിന്ന് കൈപിടിച്ചുയർത്തി അദ്ദേഹം കാളിന്തിയിൽ മുങ്ങിക്കുളിച്ച് ഉണ്ണിയുടെ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം സംഘർഷണമൂർത്തിയെ അദ്ദേഹം ധ്യാനിച്ചു. 7 ദിവസത്തെ സ്തുതി കൊണ്ട് ആ സംഘർഷണമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. അതിഗംഭീരമായിട്ടുള്ള ഒരു സ്തുതി ചിത്രകേതുവിന്റെ ഇവിടെ കാണാൻ സാധിക്കും. ഒരു പ്രത്യേക രാഗത്തിലും പ്രത്യേക താളത്തിലുമാണ് സ്തുതിച്ചത്. അപ്പൊ സംഘർഷന് തോന്നി, എങ്കിൽ ഇങ്ങനെ പാടാൻ കഴിയുന്ന ആളുകളെ ഭഗവാന്റെ പാട്ട് പാടിക്കാൻ പറഞ്ഞയക്കാം. വിദ്യാധരന്മാരുടെ അധിപതിയായിട്ട് ചിത്രകേതുവിനെ തീരുമാനിച്ചു. അപ്പോൾ വിമാനത്തിൽ ഇങ്ങനെ പോയി പാട്ട് പാടിക്കൊണ്ട് നടക്കുക, എപ്പോഴും ഭഗവാന്റെ പാട്ട് പാടുക, അതാണ് അദ്ദേഹത്തിന്റെ ഏർപ്പാട്. അങ്ങനെ പാട്ടുപാടി നടക്കുന്നതിനിടയിൽ ഒരിക്കൽ അദ്ദേഹം കൈലാസത്തിലേക്ക് വന്നു. കൈലാസത്തിലെ ജഗത പിതരോ വന്ദേ പാർവതീ പരമേശ്വരവും എന്നാണ്. ആ പാർവതീ പരമേശ്വരന്മാരെ ഒന്ന് കാണണം, അവരെ നമസ്കരിക്കണം, തിരിച്ചു പോരണം, ഇതാണ് ഉദ്ദേശം. അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴോ ചിത്രകേതു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച. ആലിംഗ്യാംഗീകൃതാം ദേവീം ബാഹുനാ മുനിസംസതി എന്താ അവിടെ വന്ന് നോക്കുമ്പോ ആ ഭഗവാന്റെ വിമാനത്തിൽ വന്നിങ്ങനെ നോക്കുമ്പോഴേ കൈലാസത്തിൽ ഒരാളിരുന്ന് ഗംഭീരമായിട്ട് പ്രഭാഷണം നടത്തുന്നുണ്ട്. സ്ത്രീകളായിട്ടൊരു ബന്ധവും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മചര്യത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന മഹാദേവൻ. അപ്പോ ആ ചിത്രകേതു ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ ഒരാളെ മടിയിലും വെച്ചിട്ടുണ്ട്, ഒരാളെ മുടിയിലും വെച്ചിട്ടുണ്ട്. മടിയിൽ ഗൗരി, മുടിയിൽ ഗംഗ. എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് പറയാ സ്ത്രീകളായിട്ടൊരു ബന്ധവും പാടില്ല എന്ന് പറയുന്നു. അദ്ദേഹം ഉറക്കെ ചിരിച്ചു. ഏഷ ലോക ഗുരു സാക്ഷാൽ ധർമ്മം വക്താ ശരീരിന. ഇവിടെ ശരീരികളിൽ മുഖ്യനായിരിക്കുന്ന ലോകഗുരുവായിരിക്കുന്ന ഇദ്ദേഹം ഭാര്യയെ ആലിംഗനം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നു. ഇങ്ങനെ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള പറയാണ് മിഥുനീഭൂയ ഭാര്യ ആസ്തേ മുഖ്യസഭായാം വൈന്നൊക്കെയാണ്. മുഖ്യസഭയിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പ്രാകൃതന്മാരെ പോലെ പ്രവർത്തിക്കുക. പ്രാകൃതന്മാര് പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇത് വളരെ മോശമായിപ്പോയി. ഉറക്കെ ചിരിച്ചു. മഹാദേവനെ കുറിച്ച് പറഞ്ഞപ്പോ മഹാദേവനെ ഒരു കുലുക്കമുണ്ടായില്ല. എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ ഈ ശരീരമൊന്നുമല്ല, ഞാൻ ആത്മാരാമനാണ്, എനിക്ക് സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ല, എല്ലാം ഒരുപോലെയാണ്. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രം. പക്ഷേ മഹാദേവനെ കുറിച്ച് പറഞ്ഞപ്പോ ദേവിക്ക് ഇഷ്ടമായില്ല, ദേവിക്ക് ദേഷ്യം വന്നു. അങ്ങനെയാണ് ചിലപ്പോ അമ്മ അച്ഛനെ കുറിച്ച് ചീത്ത പറഞ്ഞു വരാം, പക്ഷെ കുട്ടികൾ അച്ഛനെ കുറിച്ച് ചീത്ത പറഞ്ഞാൽ നീ അതൊന്നും പറയണ്ടെന്ന് പറയും. ഇതേപോലെ അച്ഛനും അമ്മയുമായ ആ പാർവതീ പരമേശ്വരന്മാര് അതിൽ അമ്മയായ ദേവി നല്ല പോലെ ഒന്ന് ശാസിച്ചു. കുറച്ച് കടുപ്പത്തിലൊരു ശാപം കൊടുത്തു, നീ ഒരു അസുരനായിട്ട് പിറക്കട്ടെ എന്ന് പറഞ്ഞു ശപിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചിത്രകേതു പറഞ്ഞു, ശരി ആയിക്കോട്ടെ, ഇത് ഭഗവാന്റെ സങ്കല്പമാണ്, ഈ പ്രാരബ്ധം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അമ്മ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. സ്വർഗവും നരകവും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ശാപവും അനുഗ്രഹവും ഒക്കെ ഒരുപോലെയാണ്. ഭഗവാൻ സങ്കല്പിക്കണു, നമ്മളൊക്കെ അനുഭവിക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ശാപമോക്ഷമൊന്നും വേണ്ട അമ്മേ, പക്ഷേ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വേദന വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് അവിടെ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ പാർവതിക്ക് അത്ഭുതമായി. ഇങ്ങനെ ഭഗവത് ഭക്തന്മാരുടെ പ്രത്യേകത മഹാദേവൻ പറഞ്ഞു കൊടുത്തു. കണ്ടില്ലേ, ഇതാണ് ഹരിയുടെ നിഷ്കാമ ഭക്തന്മാർക്ക്, പരമഭാഗവതന്മാർക്ക്, ആ ദാസദാസന്മാരുടെ മഹിമ. അത് കണ്ടില്ലേ, സ്വർഗമോ നരകമോ മോക്ഷമോ ഒന്നും അവർക്ക് ബാധകമല്ല. അവരിങ്ങനെ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കണം, അത്രയേ ഉള്ളൂ. അവർക്ക് ദ്വന്ദ്വങ്ങളില്ല, അവര് ദേഹബോധമില്ലാത്തവരാണ്, ദേഹമോഹമില്ലാത്തവരാണ്.
എന്ന് പറയുന്നു. എന്നിട്ടോ ഈ ചിത്രകേതുവാണ് ശിശുബ്രഹ്മർഷി പറയുകയാണ് പരീക്ഷത്തെ വൃത്ര ഇത്യഭിവിശ്വത, വൃത്രാസുരൻ എന്ന പേരിൽ പിറന്നത്. ഇപ്പൊ അങ്ങക്ക് മനസ്സിലായില്ലേ, അദ്ദേഹത്തിന് അസുരനായാലും ഇനി മൃഗയോനിയിൽ വന്ന് പിറന്നാലും അദ്ദേഹത്തിൽ നിന്ന് ഭക്തി വിട്ടുപോകില്ല. അത് രൂഢമൂലമായിരിക്കുകയാണ് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് യുദ്ധക്കളത്തിൽ വെച്ചും ആ ദേവേന്ദ്രന്റെ മുമ്പിൽ വെച്ചും ആ വജ്രായുധത്തിന്റെ മുമ്പിൽ വെച്ചും ലവലേശം ഭയമില്ലാതെ ആ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനായിട്ട് സാധിച്ചത്, കണ്ണ് നിറഞ്ഞത്, ഗദ്ഗതമുണ്ടായത്. മനസ്സിലായില്ലേ? മനസ്സിലായി എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ദിതിയുടെ പുത്രന്മാര് 49 പേര് മരുത്തുക്കൾ എന്നറിയപ്പെടുന്നവര്, അവരൊക്കെ ദേവന്മാരാണ്. ശിശുബ്രഹ്മർഷിയുടെ ഈ വാക്ക് കേട്ടപ്പോ പരീക്ഷത്തിന് സംശയമായി, ഇതെങ്ങനെയായി ദൈത്യന്മാരെ, ദിതിയുടെ പുത്രന്മാര് ദൈത്യന്മാരെ, സുരന്മാരല്ലേ, അവരെങ്ങനെ ദേവപക്ഷത്ത് വന്നു? അപ്പൊ പറഞ്ഞു അതൊരു കഥയാണെന്നാ പറഞ്ഞു. എന്താ കഥ? കശ്യപന്റെ പത്നി ദിതി, ആ ദിതിയുടെ സപത്നിമാരാണ് അതിഥി, ധനു തുടങ്ങിയവരൊക്കെ. അവർക്കൊക്കെ കുട്ടികളുണ്ട്, ദിതിക്ക് കുട്ടികളായിട്ടില്ല. അപ്പോ തന്നെയുമല്ല, ഉണ്ടായ കുട്ടികളെ മുഴുവൻ ദേവേന്ദ്രൻ കൊല്ലുകയാണ്. അപ്പൊ ഇനി ദേവേന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു പുത്രൻ ഉണ്ടാവണം, അല്ലെങ്കിൽ കാര്യമില്ല. തനിക്ക് കുട്ടികൾ ദൈത്യന്മാരുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊക്കെ ദേവേന്ദ്രൻ കൊല്ലുള്ളൂ. അതിനെന്ത് വഴി വേണം? തന്റെ ഭർത്താവിൽ നിന്ന് തന്നെ ഒരു വരം വാങ്ങണം. അപ്പൊ ഭർത്താവിനെ സന്തോഷിപ്പിക്കണം. അങ്ങനെ ഭർത്താവിന് വേണ്ട പരിചരണമൊക്കെ ചെയ്തുകൊണ്ട് ദിതി അവിടെ അങ്ങനെ കഴിയണു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കശ്യപൻ ചോദിച്ചു, വരം വരേവാമോരു പ്രീതസ്തേഹമനിന്ദിതേ സ്ത്രീയാ ഭർത്തരി സുപ്രീതേ കക്കാമഹിഷാഗമ. നീ വരം എന്താ വേണ്ട വെച്ചാൽ ചോദിച്ചോളൂ. ഭർത്താവ് സന്തോഷിച്ചാൽ ഭാര്യയ്ക്ക് എന്താ കിട്ടാത്തത്? എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഇത് കേട്ടപ്പോ ദിതിക്ക് മനസ്സിലായി, പറ്റിയ സമയം ഇത് തന്നെയാണ്, ചോദിക്കുക തന്നെ. എന്താ ചോദിച്ചത്? അങ്ങ് വരം തരാൻ തയ്യാറാണെങ്കിൽ എനിക്ക് ആ വിഷ്ണുവിന്റെ സഹായത്തോടു കൂടി എന്റെ മക്കളെ കൊല്ലുന്ന ദേവേന്ദ്രനെ കൊല്ലാൻ പാകത്തിന് ഒരു പുത്രൻ ഉണ്ടാവണം, അവന് മരണമില്ലാത്തവനായിരിക്കും വേണം. കശ്യപൻ ആകെ തല കറങ്ങി താഴെ വീട്ടില്ല എന്നുള്ളത്. ഇങ്ങനൊരു ആഗ്രഹം, ഇങ്ങനൊരു വരം ചോദിക്കുന്നു തോന്നിയില്ല. കാരണം ഇന്ദ്രൻ തന്റെ പുത്രനാണ്, അതിഥിയിൽ തനിക്കുണ്ടായ പുത്രനാണ് ഇന്ദ്രൻ. അപ്പൊ തന്റെ ഒരു പുത്രനെ കൊല്ലാൻ വേണ്ടി വേറൊരു പുത്രൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ വാക്കു കൊടുത്തു പോയി, എന്താ ചെയ്യാ? അപ്പോ കശ്യപൻ പറയുകയാണ്, ശരത് പത്മോത്സവം പത്രം വചശ്ച ശ്രവണാമൃതം ഹൃദയം ക്ഷുരധാരാഭം സ്ത്രീണാം ഗോ വേദചേഷ്ടിതം. ഇപ്പോഴത്തെ ആധുനിക കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകള് ചിലപ്പോൾ ഭാഗവതം കത്തിച്ചു എന്ന് വരും. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ എഴുതി വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചിട്ട്. കാരണം എന്താ? സ്ത്രീകളെ കുറിച്ച് പറയുകയാണ്, ശരത് പത്മോത്സവം പത്രം, ശരത്കാലത്തെ ആ താമര പോലെ മനോഹരമായിട്ടുള്ള മുഖം. പിന്നെയോ പചഷ്ട ശ്രവണാമൃതം, വാക്കുകൾ തേൻമൊഴികൾ എന്നൊക്കെ പറയുന്ന പോലെയാണ്. അമൃത ബിന്ദുക്കളാണ് വാക്കുകൾ. മറ്റൊരു കാര്യത്തിൽ മാത്രമേ കുഴപ്പമുള്ളൂ എന്നാണ് സ്ത്രീകളെ കുറിച്ച് കശ്യപന്റെ വാക്ക്. ഈ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. ഹൃദയം ക്ഷുരധാരാഭം, ഏതുപോലെ ആ ഹൃദയം കത്തിയുടെ ആ മൂർച്ചയുള്ള രണ്ട് ഭാഗവും ഇരുതല മൂർച്ചയുള്ള കത്തി പോലെയാണ് എന്നാണ്. സ്ത്രീകളെ ആർക്ക് അറിയാൻ സാധിക്കും? ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ വരം തരാമെന്ന് പറഞ്ഞു, വരം തരാം, പക്ഷേ ചില അനുഷ്ഠാനങ്ങളോടുകൂടി മാത്രമേ നിനക്ക് അങ്ങനെ ഒരു പുത്രൻ ഉണ്ടാവുള്ളൂ, കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുത്തോളൂ എന്ന് പറഞ്ഞു. ഒരു സംവത്സരം നീണ്ടു നിൽക്കുന്ന 12 മാസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം, ഈ പുംസവന വ്രതം വേണ്ടതുപോലെ അനുഷ്ഠിച്ചാൽ ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനുള്ള ഒരു പുത്രൻ ഉണ്ടാകും. വ്രതഭംഗം വന്നു കഴിഞ്ഞാൽ ഇന്ദ്രന് ബന്ധുവായി തീരും ഈ പുത്രൻ. ശരി, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാ ചെയ്യരുതാത്തത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഈ ജീവികളെ ദ്രോഹിക്കരുത്, ആരെയും ശപിക്കരുത്, അസത്യം പറയരുത്, നഖവും രോമവും മുറിക്കരുത്, അമംഗള വസ്തു തൊടരുത്, വെള്ളത്തിൽ ഇറങ്ങി കുളിക്കരുത്, കോപിക്കരുത്, ദുർജനങ്ങളുമായിട്ട് സംഭാഷണരുത്, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സന്ധ്യയ്ക്ക് തലമുടി അഴിച്ചിട്ട് നടക്കരുത്, സന്ധ്യയ്ക്ക് കിടന്ന് ഉറങ്ങരുത്, കുറേ കാര്യങ്ങൾ. ദിതി എന്ന് പറഞ്ഞു, ഒക്കെ ഞാൻ സംഭവിച്ചു. ശരിയെന്ന് പറഞ്ഞ് ദാ അവിടെ വേണ്ട പോലെ 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന വ്രതം ആരംഭിച്ചു. ദേവേന്ദ്രൻ അറിഞ്ഞു തന്നെ കൊല്ലാൻ വേണ്ടി ചെറിയമ്മ പുതിയൊരു വ്രതം ആരംഭിച്ചിട്ടുണ്ട്, വേഗം ചെല്ല. ഒരു ഉണ്ണിയുടെ രൂപത്തിൽ അവിടെ ചെന്ന് ചെറിയമ്മയെ സഹായിക്കാൻ തുടങ്ങി. ചെറിയമ്മ എന്ത് ചോദിച്ചാലും ശരിയാക്കി കൊടുക്കും ദേവേന്ദ്രൻ.
ചെറിയമ്മയ്ക്ക് ദേവേന്ദ്രനെ അറിഞ്ഞില്ല, ദേവേന്ദ്രന് ചെറിയമ്മയെ നല്ലപോലെ അറിയാം. എപ്പോഴെങ്കിലും വ്രതഭംഗം ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് അടുത്തിങ്ങനെ നിന്നു. ഒരിക്കൽ ഏകദാ സാധു സന്ധ്യായാമുച്ഛിഷ്ട വ്രതകർഷിത. ഒരു ദിവസം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നേരം വൈകും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ക്ഷീണം. അങ്ങനെ കയ്യൊന്നിങ്ങനെ കുത്തിയിട്ട് പറഞ്ഞു, ഉണ്ണി ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ, സന്ധ്യ ആകുമ്പോഴേക്കും പറയണം. ദേവേന്ദ്രൻ പറഞ്ഞു ശരി ശരി എന്ന് പറഞ്ഞു. എന്നിട്ടോ ദിതി ഇങ്ങനെ കിടന്നപ്പോഴേക്കും നല്ല മന്ദമാനത് ഇങ്ങനെ പതുക്കെ തണുത്ത കാറ്റൊക്കെ വീശാൻ തുടങ്ങി. കൈ ഇങ്ങനെ വെച്ചു, ഒന്നിങ്ങനെ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നീണ്ടു കിടന്നുറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി എന്ന് മനസ്സിലായപ്പോ ദേവേന്ദ്രൻ യോഗശക്തി കൊണ്ട് ഒരു ചെറു രൂപം സ്വീകരിച്ച് ആ അമ്മയുടെ ഉള്ളിലേക്ക്, ഉദരത്തിലേക്ക് കടന്ന് അതിലെ ആ ശിശുവിനെ പ്രസവിക്കാറായിട്ടുണ്ട് ഏകദേശം, തന്റെ വജ്രായുധം കൊണ്ട് അങ്ങോട്ട് വെട്ടിമുറിച്ചു. 7 കഷ്ണായിത്രേ ആ കുട്ടി. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അതൊന്നും മരിച്ചില്ല. ദേഷ്യം വന്നു, എന്തിനാ ഞങ്ങളെങ്ങനെ കൊല്ലണതെന്നൊക്കെയാ ചോദിക്കണത്. ദേഷ്യം വന്നപ്പോ വീണ്ടും മുറിച്ചു. 7 7 49 കഷ്ണം. അവർക്ക് ആർക്കും മരണം ഉണ്ടായില്ല. 49 കുട്ടികളായി. ഏട്ടന്റെ കൂടെ അങ്ങോട്ട് വരേണ്ട ആളുകളല്ലേ. ദേവേന്ദ്രന്റെ അപ്പളാ ആലോചന വന്നത്. എന്നാ പോരൂന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറക്കി. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഓരോ തുള്ളി, നമ്മളിപ്പോ പറയില്ലേ പോളിയോ വാക്സിൻ കൊടുക്കുന്നത് പോലെ കുട്ടികൾക്ക് ഓരോ തുള്ളി അമൃത് കൊടുത്തു. ഇനി അങ്ങോട്ട് പോവുക, അമൃത ബിന്ദു എല്ലാവർക്കും കൊടുത്തു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ അവരൊക്കെ അമരന്മാരായി. ദിതി കണ്ണു തുറന്നു നോക്കിയപ്പോ പ്രസവം കഴിഞ്ഞിട്ട് വയറ് കാണാനില്ല. ഒരു കുട്ടിയെ വിചാരിച്ചു നോക്കുമ്പോൾ 49 കുട്ടികള്. കൂട്ടത്തിൽ 49 ചെറിയ കള്ളന്മാരുണ്ട്, ഒരു വലിയ കള്ളനുണ്ട്. ദേവേന്ദ്രൻ തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താ ദേവേന്ദ്ര ഈ കാണുന്നത് എന്ന് വെച്ചപ്പോ പറഞ്ഞു, നുണ പറയരുത്, എന്തായാലും പറയണം എന്ന് പറഞ്ഞപ്പോ ദേവേന്ദ്രൻ തുറന്നു പറഞ്ഞു, അമ്മ ഞങ്ങളെ ശമിക്കരുത്. ആരായാലും ജീവൻ പോകുന്നത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വരും, ഞങ്ങളെ പോവാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് ആ സഹോദരന്മാരോട് കൂടി ദേവലോകത്തേക്ക് പോയി. അവരാണ് മരുത്തുക്കൾ, 49 പേര്. എന്നിട്ട് പറയുകയാണ്, ഈ ദിതീദേവിക്ക് ഒരു കൊല്ലം ഭഗവാനെ ഭജിച്ചത് കൊണ്ട് ആദ്യം ദേവേന്ദ്രനെ കൊല്ലണം എന്ന തമോ ഗുണാധിക്യമായിരുന്നുവെങ്കിൽ അത് രജോ ഗുണത്തിലേക്കും സത്വഗുണത്തിലേക്കും ഒക്കെ മാറി ഭഗവാനെ ഭജിച്ചാൽ അങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോ അത്തരത്തിലുള്ള ആ കഥ അവിടെ സൂചിപ്പിച്ചു. അതിനുശേഷം ഇവിടെ മരുത്തുക്കളുടെ ആ മംഗളകരമായിരിക്കുന്ന ജന്മത്തെ കുറിച്ച് പറഞ്ഞ് ശ്രീശു ബ്രഹ്മശ്രീ ഒരധ്യായം കൊണ്ട് പുംസവന വ്രതത്തെ കുറിച്ചും പറഞ്ഞു. ശുക്ലപക്ഷത്തിലെ മാർഗശീർഷ മാസത്തിലെ, വെളുത്ത പക്ഷത്തിലെ മാർഗശീർഷ മാസം, അതിൽ പ്രതിപദം മുതലാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത്. എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നതാണ്. പുത്രലാഭം മാത്രമല്ല സകല സൗഭാഗ്യങ്ങളും തരുന്നതാണ് ഈ വ്രതം എന്ന് പറഞ്ഞുകൊണ്ട് ഷഷ്ഠസ്കന്ധം അവിടെ സമർപ്പിക്കുകയാണ് ശ്രീശു ബ്രഹ്മശ്രീ. പിന്നീടാണ് നമ്മൾ സപ്തമസ്കന്ധത്തിലേക്ക് കടന്നത്. അവിടെ നരസിംഹാവതാര രംഗം പാരായണം ചെയ്തു. ആ രംഗങ്ങളൊക്കെ ഇപ്പോൾ നിർത്തി 15 മിനിറ്റിന് ശേഷം പാരായണം ആരംഭിക്കാം. പാരായണം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് നരസിംഹാവതാര രംഗം പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.